അസിഡിറ്റി ഉണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്, എല്ലാം പരീക്ഷിച്ചിട്ടും ഇത് മാറുന്നില്ല, എന്ത് ചെയ്യണം? അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ നോർമലായിട്ടൊരു ഓവർ ദ കൗണ്ടർ നമ്മളൊരു മെഡിക്കൽ ഷോപ്പിൽ പോയി അസിഡിറ്റി ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു മരുന്ന് തരും. അപ്പോൾ ആ മരുന്ന് തരുന്നത് ഹൈപ്പർ അസിഡിറ്റി ഉണ്ടെങ്കിലുള്ള കണ്ടീഷൻ വേണ്ടിയുള്ള മരുന്നാണ് തരുന്നത്. അതായത് ആസിഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനുള്ള മരുന്നാണ് നോർമലി എല്ലാ മെഡിക്കൽ ഷോപ്പിൽ നിന്നും കൊടുക്കുന്നത്. പക്ഷേ 68% ഇപ്പോൾ നമ്മളുടെ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഹൈപ്പോ അസിഡിറ്റിയാണ്. അതായത് ആസിഡിൻ്റെ കണ്ടന്റ് കുറവാണ്. രണ്ടും അസിഡിറ്റി കണ്ടീഷനാണ്, ഹൈപ്പറും ഉണ്ട് ഹൈപ്പോയും ഉണ്ട്. അപ്പോൾ ഈ ഹൈപ്പോ ആയിട്ടുള്ള അസിഡിറ്റി കണ്ടീഷനിലാണ് നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ആസിഡിറ്റി മാറണമെന്നില്ല. മരുന്ന് കഴിക്കുന്നു. അപ്പോൾ ആസിഡിൻ്റെ കണ്ടന്റ് ഓൾറെഡി കുറവാണ്, പിന്നെ നിങ്ങൾ ആ മരുന്ന് കഴിക്കുന്നത് വീണ്ടും ആസിഡിൻ്റെ കണ്ടന്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള മരുന്നായിരിക്കും കഴിക്കുന്നത്. അപ്പോൾ മരുന്ന് കഴിച്ചിട്ട്, ഇപ്പോൾ നോർമലി അസിഡിറ്റിക്കുള്ള മരുന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അസിഡിറ്റി പ്രശ്നങ്ങൾ മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് ചെയ്യേണ്ടത് അതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിക്കണം. ഹൈപ്പോയാണോ ഹൈപ്പറാണോ എന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനുള്ള മരുന്നോ അതിനുള്ള പ്രതിവിധിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ അസിഡിറ്റിയുടെ മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കഴിക്കുന്ന മരുന്നിൻ്റെ മൂല കാരണം ഈ കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആദ്യം ചെയ്യേണ്ടത് ഹൈപ്പോ ആണോ ഹൈപ്പറാണോ എന്ന് കണ്ടുപിടിക്കുക, അതിനുള്ള മരുന്ന് കഴിക്കുക എന്നുള്ളതാണ്. ടു മേക്ക് ഇറ്റ് സിമ്പിൾ, പോയി ഡോക്ടറെ കാണാം. യെസ്, വെരി സിമ്പിൾ, യെസ്.